ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ ഒരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ്. അപ്പോൾ വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് നമുക്ക് ആദ്യമേ തന്നെ പുഴുങ്ങലരി, ഞാനിപ്പോൾ ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്, 1 കപ്പ്. അത് നമുക്ക് 2 മണിക്കൂർ കുതിർത്ത് വെക്കണം. അപ്പോൾ ഏത് പുഴുങ്ങലരി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇഡ്ഡലി റൈസും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പ് ഒരു 1/4 കപ്പ്, തുവരപ്പരിപ്പ് ഒരു 1/4 കപ്പ്, കടലപ്പരിപ്പ്, പിന്നെ ചെറുപയർ പരിപ്പ്, ഇതെല്ലാം 1/4 കപ്പ് വീതം നമുക്ക് അതിലേക്ക് ചേർത്തിട്ട് 1 മണിക്കൂറും കൂടെ കുതിർത്ത് വെക്കണം. നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 പച്ചമുളകും 2 ചുവന്ന മുളക് വറ്റൽ മുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും പരിപ്പും അതിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് തിരിച്ചെടുക്കുക. നല്ല നൈസായിട്ട് അരയാൻ പാടില്ല, നല്ല തരിതരിപ്പായിട്ട് വേണം ഉണ്ടാവാൻ. അപ്പോഴാണ് ഇതിന് സ്വാദുണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കായം പൊടിയും കൂടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിക്കായവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്ക് ഈ അടച്ച് വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ കടുക് മാത്രമേ ചേർത്തുള്ളൂ, കാരണം നമ്മൾ എല്ലാ പരിപ്പും ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് താളിച്ചെടുക്കുമ്പോൾ നമുക്ക് കടുക് മാത്രം ചേർത്തത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ കട്ടിയായി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും ചേർത്ത് കൊടുക്കാവുന്നതാണ്, നല്ല സ്വാദം ഉണ്ടാവും. ഞാനിവിടെ 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പിന്നെ കുറച്ച് കുരുമുളകും ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുത്തതും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരയ്ക്കുമ്പോൾ തന്നെ ആ കുരുമുളകും ജീരകവും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു സ്വാദുണ്ടാവും. അപ്പോൾ നല്ലപോലെ ഇത് കട്ടിയായതിന് ശേഷം വേണം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാനായിട്ട്. മാവൊക്കെ ഒന്ന് പകുതി വെന്ത് വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണിത്. ലഞ്ച് ബോക്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ വ്യത്യസ്തമായ നല്ല രുചിയുള്ള ഒരു കൊഴുക്കട്ടയാണ്. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഇത് കട്ടിയായി വന്നു കഴിഞ്ഞു. നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ചെറുതായി മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലൊരു സ്വാദം ഉണ്ടാവും. അപ്പോൾ ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മളൊന്ന് തണുക്കാനായിട്ട് വെച്ചിട്ട് നമുക്കിത് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം, നമ്മൾ സാധാരണ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ. എന്നിട്ട് നമുക്കത് ഒരു കുക്കറിലോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലോ വെച്ചിട്ട് 20 മിനിറ്റ് നേരം നമുക്ക് ആവിയിൽ വേവിച്ചെടുത്താൽ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൊഴുക്കട്ട, അടക്കൊഴുക്കട്ട എന്നാണ് ഇതിൻ്റെ പേര്. അടദോശയൊക്കെ ഉണ്ടാക്കാനുള്ള നമ്മൾ മാവ് ഉണ്ടാക്കില്ലേ, അതുപോലെയുള്ള മാവായതുകൊണ്ടാണ് നമ്മൾ അടക്കൊഴുക്കട്ട എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് അത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല രുചിയുള്ള കൊഴുക്കട്ട റെഡിയായി. നിങ്ങൾക്ക് തേങ്ങാ ചട്നിയോ ഏതെങ്കിലും ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.